Hey guys! ഇന്നൊരു സൺഡേ വ്ളോഗാണ്. എന്താണെന്നറിയില്ല, കൊച്ചിലെ മുതലേ വർക്കിംഗ് ഡേയ്സിൽ നല്ലപോലെ ഉറങ്ങുകയും ചെയ്യും, സൺഡേ ആകുമ്പോൾ നേരത്തെ എണീക്കുകയും ചെയ്യും. ഇന്ന് അതേപോലെ സൺഡേ ആണ്, നേരത്തെ എണീക്കുകയും ചെയ്തു. രാവിലെ മുതലേ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ ചാറ്റൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ചക്കയുടെ സീസൺ ആണല്ലോ. കുറച്ചു ദിവസം മുന്നേ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് അങ്കിൾ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഞങ്ങൾ 4 പേരും ചക്കപ്രാന്തരാണ്. ഇപ്പൊ രാവിലെ എണീച്ച് ചക്കയുടെ മണം കിട്ടിയപ്പോ തന്നെ വാപ്പ നേരെ ചക്ക കട്ട് ചെയ്യാനായിട്ട് പോയി. ഞാൻ കിച്ചണിലേക്ക് ചെല്ലുമ്പോ തന്നെ വാപ്പായും ചക്കയോട് ഒരു മൽപ്പിടുത്തം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഉമ്മി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ വീട് മൊത്തം ചക്കയുടെ മണമായിരുന്നു. ചക്ക കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചക്ക പായസം അത് നിർബന്ധമാണ്. അപ്പൊ ചക്ക വെട്ടി തുടങ്ങിയപ്പോ തൊട്ടേ ഞാൻ ഇമ്മടുത്ത് ചക്ക പായസം ഉണ്ടാക്കി തരണേ ഉമ്മി എന്ന് പറയാൻ തുടങ്ങി. അപ്പോഴേക്കും വാപ്പ വളരെ പ്രൊഫഷണൽ ആയിട്ട് ചക്ക കട്ട് ചെയ്യുമായിരുന്നു. പിന്നെ പണ്ട് തൊട്ടേ വാപ്പയെ എന്ത് കാര്യം ഏൽപ്പിച്ചാലും വാപ്പ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. ചക്ക കട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഓരോ അറ്റവും മൂലയും അളന്ന് മുറിച്ച് വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് കറയൊക്കെ തുടച്ച് റെഡിയാക്കിയായിരിക്കും വാപ്പ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നോക്കി നിന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. നൈക്കിന്ന് ഓർഡർ ചെയ്ത പ്രോഡക്ട്സ് ആണ്. അതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കണം, വീഡിയോ എടുക്കണം എന്ന് വെച്ചാണ് വെയിറ്റ് ചെയ്തിരുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ വാപ്പ ചക്കയൊക്കെ ക്ലീൻ ആയിട്ട് കട്ട് ചെയ്ത് ചുളയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് പോയി. സൺഡേ ആണെങ്കിലും നമ്മുടെ ഓഫീസ് വർക്കിംഗ് ആണ്, ക്ലയൻസ് ഒക്കെ വരും. അപ്പോൾ എല്ലാ സൺഡേസിലും വാപ്പ രാവിലെ തന്നെ ഓഫീസിൽ പോകും. അപ്പോഴേക്കും ഞാൻ ഇമ്മിയെ നൈസായിട്ടൊന്ന് സോപ്പിട്ട് പായസം ഉണ്ടാക്കാനുള്ള പ്ലാൻ ഇട്ടു. അപ്പോൾ ഇവ പായസത്തിന് ആവശ്യമുള്ള തേങ്ങയൊക്കെ എടുത്ത് തിരികെ റെഡിയാക്കി വെച്ചു. വാപ്പ ചക്ക ചുളയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ ഇമ്മി അത് ചുളയിൽ നിന്ന് കുരുവൊക്കെ മാറ്റി വേറൊരു സെപ്പറേറ്റ് പ്ലേറ്റിലോട്ട് മാറ്റി. പായസത്തിന് വേണ്ടിയുള്ള ചക്ക കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പാത്തൂട്ടിയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പായസത്തിന് വേണ്ടി നമ്മൾ ചക്ക കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. മറ്റേ അടപ്പായസത്തിൽ അട കിടക്കുന്ന പോലെ ആയിരിക്കും ചക്ക ഇതിനകത്ത് കിടക്കുന്നത്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഭയങ്കര സ്റ്റൈലിലാണ് പാത്തു ഇരുന്ന് കട്ട് ചെയ്യുന്നത്. എനിക്ക് പക്ഷേ ഇതാണ് ഓർമ്മ വന്നത്. അവള് കേട്ട അവളെന്നെ തല്ലിക്കൊല്ലും. അങ്ങനെ ചക്ക നമ്മൾ നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ചക്ക പായസത്തിന്റെ ഇൻഗ്രീഡിയൻസ്. ചക്ക, ചവ്വരി, തേങ്ങാപ്പാല് 1-ാം പാലും 2-ാം പാലും, പിന്നെ ശർക്കര ഉരുക്കിയത്, ഏലക്ക. നമ്മൾ ഈ ചക്ക പായസത്തിന്റെ റെസിപ്പി വേറൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതിന്റെയാണ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ചിരിക്കുന്നത്. അവരെ രണ്ടുപേരെയും ജോലി ചെയ്യാൻ ഇരുത്തിയിട്ട് ഞാൻ ഇവിടെ ഭരതനാട്യം ഫിലിം കാണുമായിരുന്നു. എന്നെ ഈ വീട്ടിലെ ഒരു വാഴയായിട്ട് അറിയപ്പെടുന്നതിന്റെ കാരണം ഇതാണ്. മനഃപൂർവ്വമല്ല ഗൈസ്, ഞാൻ വളരെ നല്ലൊരു കുട്ടിയാണ്. പക്ഷെ ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ കിച്ചൺ കത്തിപ്പോകും എന്നുള്ള പേടിയിൽ എന്നെ ഇവർ കയറ്റാത്തതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ കട്ട്ലറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എന്നെ പുകഴ്ത്താൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വന്ന് ഇളക്കി കൊടുക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി അഭിനയിക്കുന്നതല്ല. അവർ രണ്ടുപേരും സിനിമയുടെ എന്തോ ഒരു ഭാഗം കാണാൻ വേണ്ടി അങ്ങോട്ട് ഹാളിലോട്ട് പോയതാണ്. അപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതാണ്. പിന്നെ അതവിടെ അടച്ചു വെച്ചിട്ട് ഞാനും വന്ന് സിനിമയുടെ ബാക്കി കണ്ടു. അത്യാവശ്യം നല്ല സിനിമയാണ്. മോഹിനിയാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കണ്ടത്. സിനിമ തീർന്നതിന് ശേഷം ഉമ്മി പോയി ബാക്കി പായസത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്തു. പായസം റെഡിയാകുമ്പോഴേക്കും ഞാൻ പോയി അടുത്ത സിനിമ ഇട്ടു, ശൃംഗാരവേല. കണ്ടിട്ടുള്ള സിനിമകളൊക്കെ തന്നെ ചുമ്മാ ഒന്ന് കാണാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. മുകളിൽ തുണി കിടപ്പുണ്ടായിരുന്നു ടെറസില്. തുണി എടുക്കാനായിട്ട് പാത്തുമ്മ മുകളിലോട്ട് പോയി. അവള് പോയി തുണിയൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പായസമായിരുന്നു. ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള പായസമാണ്. അങ്ങനെ ഈ മഴ സമയത്ത് നല്ല ചൂട് പായസമൊക്കെ കുടിച്ചു. പിന്നെ രാത്രി ആയപ്പോഴേക്കും വാപ്പ ഷവർ മേക്കറിലെ ഷവർമയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പോളയത്തോടുള്ള ഷോപ്പാണ്. അവിടുന്ന് നമ്മൾ പ്ലേറ്റ് ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സത്യത്തിൽ റോളാണ് നല്ലത്. പ്ലേറ്റ് ഷവർമ ആയപ്പോഴേക്കും നമ്മൾ മറ്റേ ഷീറ്റ് വിരിക്കുന്ന പോലെ ഓരോ റൊമാലി റൊട്ടിയായിരുന്നു. ഓരോന്നിങ്ങനെ വിരിച്ച് എല്ലാം എടുത്ത് നമ്മൾ മൊത്തത്തിൽ അസംബിൾ ചെയ്ത് പിന്നെ അതിൻ്റെ മേലെ മയണൈസൊക്കെ സ്പ്രെഡ് ചെയ്ത് ഭയങ്കര കോമഡി ആയിരുന്നു. കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പ്ലേറ്റ് ഷവർമ ആയിരുന്നതുകൊണ്ട്. ആക്ച്വലി റോളാണ് നല്ലത്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മയണൈസൊക്കെ നല്ലതായിരുന്നു. യൂഷ്വലി നമ്മൾ പ്ലേറ്റ് ഷവർമ വാങ്ങുമ്പോൾ നമ്മൾ തന്നെ പറയും എല്ലാം സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി വെച്ച് തന്നെ സെറ്റ് ചെയ്താണ് വാങ്ങുന്നത്. ഈ ഷോപ്പിൽ നിന്നല്ല, വേറെ ഷോപ്പിൽ നിന്ന്. ഇവിടെ നിന്ന് പക്ഷേ ഇപ്പോൾ പാക്ഡ് ആണ് തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.